2014 നിർമ്മാണോദ്ഘാടനം നടന്ന പുന്നയൂരിലെ ആധുനിക വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം നടത്തുന്നതിനു പകരം വീണ്ടും നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് UDF. പഞ്ചായത്തിലെ പ്രതിപക്ഷ UDF അംഗങ്ങൾ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. നിർമ്മാണത്തിനെതിരല്ലെന്നും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നുമാണ് UDFന്റെ ആവശ്യമെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ഒരിക്കൽ നിർമ്മാണോദ്ഘാടനം നടത്തിയത് ആവർത്തിക്കുന്നതിനാൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും. ക്രിമിറ്റോറിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി, മരണാനന്തര കമ്മിറ്റി എന്നിവയിലെല്ലാം പ്രതിപക്ഷ മെമ്പർമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വാതക ശ്മശാനം നടപ്പിൽ വരുത്തണമെന്നാണ് UDF ആവശ്യപ്പെട്ടിരുന്നത്. വർഗീയ വികാരം ഇളക്കിവിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനുള്ള ശ്രമങ്ങൾ ഭരണപക്ഷം തന്നെ നടത്തുന്നുണ്ട്. ഈ രീതിയിൽ നടത്തിയ പ്രസ്താവനയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണമെന്ന് UDF മെമ്പർമാർ ആവശ്യപ്പെട്ടു. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, പുന്നൂർ പഞ്ചായത്തിലെ 60% വരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മതക്കാരെ വ്രണപ്പെടുത്തിക്കൊണ്ട് UDF മെമ്പർമാർ ഇതിന് പ്രതികൂലമായി പെരുമാറി എന്ന് പറയുന്നത് അതൊരു വർഗീയ ചുഴ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ വളരെ ശക്തമായി കഴിഞ്ഞ യോഗങ്ങളിലും ഇപ്പോഴും ഞങ്ങൾ പറയുകയാണ്. 2014 ഉദ്ഘാടനത്തിന് ശേഷം നിർമ്മാണം നടത്തുന്നതിന് നിയമപരമായുള്ള ചില ന്യൂനതകൾ ചിലർ വകുപ്പ് മേധാവികളുമായി പങ്കുവച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. പ്രദേശവാസികളെ പദ്ധതിക്കെതിരാക്കി LDF പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ പദ്ധതി ഇവിടെ നിന്നും ഉപേക്ഷിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയിരുന്നുവെന്നും ഇതിന്റെ ഭാഗമായാണ് പഞ്ചവടിയിൽ പദ്ധതി നടത്തുന്നതിനായി 1 കോടി ഫണ്ട് വകയിരുത്തിയതെന്നും ശക്തമായ പ്രതിഷേധം നേരിട്ടപ്പോൾ പുന്നയൂരിലേക്ക് പദ്ധതി കൊണ്ടുവന്നുവെന്നും ഇവർ കുറ്റപ്പെടുത്തി. ആ സറണ്ടർ കച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തൃശ്ശൂർ ജില്ലാ കലക്ടറെ കണ്ട് അതിനെ ആധാരമാക്കിയത്. അവിടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയുള്ള നടത്തിപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ അവസരത്തിലും അതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി അവിടെ ചില ആൾക്കാരെ സംഘടിപ്പിച്ച് ആ പ്രദേശത്തുള്ള ഒരു വിഭാഗത്തിനെ സംഘടിപ്പിച്ച് ഇവിടെ സിമിറ്റോറിയം വരുന്നത് നിങ്ങൾ എതിർക്കണം, നമുക്ക് പഞ്ചവഴിയിൽ ഇത് നമുക്ക് കൊണ്ടുപോകാം, അവിടെ നമ്മളെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിവിടെ നടപ്പിലാക്കില്ല, അതുകൊണ്ട് അവിടെ നമ്മൾ നടപ്പിലാക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ശക്തമായി എതിർക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം അവിടെ ഇതിനെതിരായിട്ട് നിന്നത്. വിഷയത്തിൽ LDF രാഷ്ട്രീയ മുതലെടുപ്പ് മാറ്റിവെച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും UDF അംഗങ്ങളായ MB ഹൈദരാലി, C അഷ്റഫ്, അസീസ് മന്നലാംകുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നയൂർകുളം.